ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം 4:40. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ദൈവാത്മാവ് സംസാരിക്കുന്ന ആലോചനയാണ്. ശക്തമായി ഈ വാക്ക് ദൈവാത്മാവ് ഉറപ്പിച്ച് പറയുന്നതാണ്. യെസ്, വായിക്കാം. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ, അതിന്റെ ഇംഗ്ലീഷ് വരുന്ന ഫിയർ എന്നാ, പുതിയ മലയാളം പറയുന്നു നിങ്ങളെ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ത്, ഭീരുക്കളാകുന്നതെന്ത്, ഭയപ്പെടുന്നതെന്ത്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? ചോദ്യമാണ് നമ്മുടെ യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഭീരുവായ, ഫിയർഫുൾ, ഭയമുള്ളവരായി മാറുന്നു? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ഇന്നത്തെ മെസ്സേജ് ഇതാ, ഫിയർ ടു ഫെയ്ത്ത്. ഭീരുത്വത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നമ്മൾ മാറണം. ഫിയർ ടു ഫെയ്ത്ത്, ഫെയ്ത്ത്, ഫിയർ ടു ഫെയ്ത്ത്, അതായത് ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. കർത്താവ് ചോദിക്കുന്നത്, എന്തിനാ ഭീരുക്കളായത്, എന്തിനാ ഭയപ്പെട്ട് നിൽക്കുന്നത്? ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലയോ? അതിന്റെ അർത്ഥം ഒരു വിടുതൽ നീ കാണണമെങ്കിൽ നീ ഭയപ്പെട്ട് നിൽക്കരുത്, വിശ്വാസത്തിലേക്ക് മാറുക. ഹല്ലേലൂയ. 35 തൊട്ട് വായിച്ചാട്ടെ സിസ്റ്ററെ, ശ്രദ്ധിച്ചേ. അന്ന് സന്ധ്യയായപ്പോൾ, ഈ അന്നെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ഒത്തിരി ഉപമകളാൽ വിതയ്ക്കുന്നവന്റെ ഉപമകളൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരോട് കൂടെ സമയം ചെലവഴിച്ച് വചനം പഠിപ്പിച്ചും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ പ്രസംഗിച്ച് അന്നത്തെ ദിവസം എന്തായി? സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ യേശു കർത്താവ് എന്തു പറഞ്ഞു? നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കർത്താവ് തന്റെ കൂടെ നിന്ന് ശിഷ്യരോട്, പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നാം എങ്ങോട്ട് പോകാം? അക്കരയ്ക്ക്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുകയാണ്, ഈ സൈഡിലായിരുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ കർത്താവ് പറഞ്ഞു. ആരാ പറഞ്ഞത്? കർത്താവാണ് പറഞ്ഞത്. നാം എങ്ങോട്ട് പോകാം? അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ലെറ്റ് us go over the other side. മറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. എന്നിട്ട് ഈ കൂടെ നിരുന്ന പുരുഷാരം വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരെ എന്ത് ചെയ്തു? വിട്ടു. അപ്പൊ പുരുഷാരം അപ്പത്തിനു വേണ്ടിയും സൗഖ്യത്തിനു വേണ്ടിയും ചില ലാവണ്യ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയും യേശുവിന്റെ കൂടെ ബഹുപുരുഷാരം ഉണ്ടായിരുന്നു. ആ പുരുഷാരത്തെ പറഞ്ഞ് വിട്ടിട്ട് ഈ ശിഷ്യന്മാരെ കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? എങ്ങോട്ട് പോവുകയാണ്? നാം അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പല സൺഡേകളിൽ ഓർപ്പിച്ചു പോലെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു യേശുവിലേക്ക് വന്ന ഒരു ഫാനായി, അല്ലെങ്കിൽ യേശുവിലെ ഒരു ജസ്റ്റ് ഒരു വിശ്വാസിയായി മാത്രം നിൽക്കാതെ നമുക്കൊരു യാത്ര നമുക്ക് പുറപ്പെടണം. അവിടുന്ന് ആത്മീയമായിട്ട് വളർന്ന് ക്രിസ്തുവിന്റെ ശിഷ്യനായി, ഡിസൈപ്പിളായി നമ്മൾ മാറുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരണം. ഹല്ലേലൂയ. മറ്റവർക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് വന്നു. അപ്പം തിന്നാൻ, സൗഖ്യം കിട്ടാൻ, വിടുതൽ കിട്ടാൻ, ഇതൊക്കെ ദൈവം ചെയ്യും. യേശുവിനോടൊരു നമ്മളൊരു ആരാധന മൂത്ത ഒരു ഫാൻ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് പറയുന്ന അനുസരിപ്പാൻ, കർത്താവിന്റെ നിയോഗത്തിലേക്ക് വരാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ, കർത്താവിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ അത് അവർക്ക് പറ്റത്തില്ല. അത് ആരെ കൊണ്ടേ പറ്റൂ? അത് ശിഷ്യന്മാരെ കൊണ്ടേ പറ്റൂ. നമ്മളും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. എന്ന പോയിന്റിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ചു, എന്റെ നാഥനും രക്ഷിതാവായ യേശുവിനെ സ്വീകരിച്ചു, വിടുതൽ അനുഭവിച്ചു, ചിലപ്പോൾ സൗഖ്യം അനുഭവിച്ചു, സാമ്പത്തിക വിഷയങ്ങൾ മാറി, ചില ബന്ധനങ്ങൾ കുടുംബത്തിൽ നിറഞ്ഞു, ഭയങ്കര സമാധാനം വന്നു. യെസ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, എല്ലാവരുടെ ജീവിതത്തിൽ ചെയ്യും. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ ജീവിതത്തെ കർത്താവ് ചെയ്യും. അവിടെ നിന്നൊരു യാത്ര നമ്മൾ ആരംഭിക്കണം. അത് അവിടെ വളർച്ചയുടെയാണ്. അതാണ് ശിഷ്യനായി ശിഷ്യത്വത്തിലേക്ക് വരണം. കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന, കർത്താവിന്റെ നിയോഗം ഏറ്റെടുക്കുന്ന, കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി അതിനുവേണ്ടി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നവരായി വരുന്ന ശിഷ്യന്മാർ. അപ്പൊ പുരുഷാരത്തെ കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. ഇനി ആരെയും കൊണ്ടാ പോയത്? ഇനി ശ്രദ്ധിച്ചോണം. ഇനി 36-ാമത്തെ വചനം. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശു പടകിരുന്നു, യാത്ര ആരംഭിച്ചു, കൂടെ ചെറുപടകുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു വലിയൊരു ബറ്റാലിയനായിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പക്ഷെ ഈ സമയത്ത് 37-ൽ പറയുന്നു, വളരെ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് വന്നു? കാറ്റടിച്ചു. ശ്രദ്ധിച്ചേ, ബൈബിൾ ഉടനീളം യാത്രയിൽ ശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന, പ്രതികൂലമടിക്കുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു ശതമാനവും ദൈവവാക്ക് അനുസരിക്കാതെ ദൈവഹിതം മാറിപ്പോയവന്റെ ജീവിതത്തിലാണ് കണ്ടിട്ടുള്ളത്. യോന യാത്ര ചെയ്ത കപ്പൽ
ആടി ഉലയുന്ന അനുഭവം ഉണ്ടായി. യോനയെ പിടിച്ച് കടലിൽ ഇടേണ്ടി വന്നു. ഇതിലെല്ലാം എന്താണ്? ദൈവഹിതത്തിന്ന് ദൈവത്തിന്റെ ആലോചന മാറിപ്പോയപ്പോൾ ഉണ്ടായ ഈശാനമൂലനും ശക്തമായ കൊടുങ്കാറ്റും. പക്ഷെ ഇവിടെ അടിച്ച കാറ്റ് ആര് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാ? കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച കാറ്റ്. യോനയുടെ പുസ്തകത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും മറ്റു പല ഭാഗത്തും കാണുന്ന കാറ്റ് നിയോഗങ്ങൾ വിട്ട്, ദൈവവഴി വിട്ട്, ദൈവ ഇഷ്ടം വിട്ട് ഇറങ്ങി തിരിച്ചതിന്റെ പ്രതികൂലത്തിന്റെ കാറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാറ്റ്. ഈ കാറ്റിന്റെ പ്രത്യേകത, കാറ്റടിക്കുക മാത്രമല്ല, പടകിന്റെ അകത്തേക്ക് ഈ തിര എന്ത് ചെയ്തു? കാറ്റത്ത് ആടി അരിഞ്ഞു പോവുകയല്ല, ആ കടലിലെ വെള്ളം തിരയടിച്ച് കയറുമ്പോൾ ആ വെള്ളം കൂടെ അതിൻ്റെ അകത്തോട്ട് വന്നു, പടകിന്റെ അകത്തോട്ട് വന്ന് പടക് മുങ്ങുമാറുന്ന അവസ്ഥയിലേക്ക്. ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ കാറ്റടിച്ച് ചിലപ്പോൾ നമ്മളെ മുക്കിക്കളയുന്ന അനുഭവങ്ങൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവകുഞ്ഞിനൊരു ദൂതുണ്ട്. നീ കർത്താവ് പറഞ്ഞിട്ട് കർത്താവിന്റെ നിയോഗത്തിന് ക്രിസ്തീയ ജീവിതയാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റ് നിന്നെ അടിച്ചാലും നിന്നെ മുക്കിക്കളയുമോ എന്ന് നീ ചിന്തിക്കുന്ന അനുഭവത്തിൽ വന്നാലും നീ വിശ്വസിക്കുക, നിന്നോട് വാക്ക് പറഞ്ഞത് കർത്താവാണ്. അതിനൊരു കാര്യം മനസ്സിലാക്കാൻ, കർത്താവ് പറഞ്ഞിറങ്ങി തിരിച്ചവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും? കാറ്റടിക്കുന്നുണ്ടാകും. വേറെ ആരും പറഞ്ഞിട്ടോ നിയോഗങ്ങൾ മാറിയിട്ടോ വിട്ടിട്ടോ ഒന്നുമല്ല. കർത്താവ് പറഞ്ഞ് നാം അക്കരയ്ക്ക് പോകാം. യേശു പറഞ്ഞ് സന്ധ്യയിൽ ഇറങ്ങി തിരിച്ചതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പകലടിക്കുന്ന, നമുക്കൊരു യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഒരു പകല് ഭയങ്കര കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നത്തില്ല. പക്ഷെ നമ്മളൊരു യാത്ര ചെയ്യുന്ന, ബൈക്കിലാകാം കാറിലാകാം മറ്റേക്കാം, ഒരു രാത്രി 12 മണിക്ക് സമയത്ത് യാത്ര പോകുന്ന കാറ്റും കൊടുങ്കാറ്റും മഴയും കോളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായി മനസ്സിനൊരു, നമുക്കൊരു ഉള്ളിലൊരു ഭയമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാവും. ആരുമില്ല, രാത്രിയാണ്, എന്തെങ്കിലും സംഭവിച്ച, മറ്റേ ഒന്നുമില്ലേലും എത്ര ഇരുട്ടാലും എത്ര കാറ്റടിച്ചാലും നമുക്ക് പകലാകുമ്പോൾ അതിങ്ങനെ ചിന്തകൾ. അപ്പൊ നോക്കിയ സന്ധ്യയായി, പടക് ശക്തമായി മുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തി. ഇങ്ങനെ നിൽക്കുമ്പോ ഇനി അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. പക്ഷെ യേശു എന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി. യേശു കർത്താവിനെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് ഒരു ചോദ്യം ചോദിക്കാം. നീ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഞങ്ങളിപ്പോ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണല്ലോ, മുങ്ങുന്നുമാറ് കാറ്റടിച്ചേക്കുവാണല്ലോ, നിനക്ക് ഒരു വിചാരവും ഇല്ലയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈ ചോദിച്ചിനോ, നമ്മളൊരു പ്രതിസന്ധി അനുഭവിക്കുന്നു, അപ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് വരുമാറ് നമുക്കുണ്ടാവും. ഇനിയാണ് ശ്രദ്ധിച്ചേ. അവൻ എഴുന്നേറ്റു. ഈ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ആദ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാറ്റിനെ എന്ത് ചെയ്തു? ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു. വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? എന്നിട്ടാണ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലമർന്ന് വലിയ ശാന്തത ഉണ്ടായി. പക്ഷെ കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീരുക്കളാകുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭയപ്പെട്ടേ? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ? യേശു ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഭീരുക്കളായ ഭയപ്പെട്ടത്? എന്തിനാ നിങ്ങള് ഭയപ്പെട്ടത്? പേടിക്കുന്നതാണ് നമുക്ക് വരുന്നത്. പേടിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്ത് വരുന്നത്. അത് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഇയ്യോബ് പറയുന്നുണ്ട്. ഇയ്യോബ് 3:25 ഇങ്ങനെ പറയുന്നു. വേണേ ഒന്ന് വായിച്ചോ. ഇയ്യോബ് 3:25 ഒന്ന് വായിച്ചേ. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. എന്താണോ ഞാൻ ഗ്രേറ്റ്ലി ഫിയർ ആയത്, അത് എന്റെ ദേഹത്തേക്ക്, എന്റെ ജീവിതത്തിൽ വന്നു. എന്താ ഇയ്യോബിന് സംഭവിച്ചേ? എല്ലാം നന്നായി പോയിരുന്നു,
പക്ഷേ എല്ലാം നന്നായി പോകുമ്പോൾ ഇടയ്ക്ക് തന്റെ ഉള്ളിൽ ഭയം ഉണ്ടായത്, ഇത് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കുമോ, കുറെ ഉണ്ടാവോ എന്നൊക്കെ എന്തോ ചെയ്തു, ഭയം. അത് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചോ, വളരെ ഗൗരവമായി ശ്രദ്ധിച്ചോ. പിശാച് വെക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രം അനാവശ്യമായ ഭയം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടിടും. അത് തിന്മയായിട്ട് നടക്കുമ്പോൾ മാത്രമല്ല, നന്മയായിട്ട് എല്ലാ കാര്യങ്ങളും പോകുമ്പോഴും എന്തുകൊണ്ടിടും, ഭയം കൊണ്ടിടും. ഈ ഭയമാണ് പിശാചിന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മേഖല. ഏറ്റവും വലിയ മേഖല ഇത് കാണുക, ഭയപ്പെടുത്തുക, ഭീതി. കൂടുതൽ കർത്താവും ബൈബിളിൽ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നന്നായി പോയപ്പോഴും ആ പിശാചിന് ആക്സസ് കിട്ടിയത്, പിശാച് വന്ന് ചോദിച്ചത്, ഞാൻ അവനെ തൊടട്ടെ, ഞാൻ അവനെ തൊടട്ടെ. ദൈവം വേലി പൊളിച്ചു കൊടുത്തു, പക്ഷെ എന്നാലും അവൻ കടന്ന് പിടിക്കാൻ ഒരു കാരണം ഇതാണ്, എന്ത് ചെയ്യുന്നത്, ഭയം. എല്ലാം നന്നായി പോയി, എൻ്റെ മോള് മക്കൾ മരിച്ചാലോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ, ഞാൻ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കും, ഇന്ന വിഷയം ഇത് ബുദ്ധിമുട്ടാണോ, ഇങ്ങനെ ആവശ്യം ചെറുതും വലുതുമായ ചില ഭയം നമ്മളെ ഭരിക്കും. ഈ ഭയപ്പെട്ടത് എന്ത് സംഭവിച്ചു, എല്ലാം പോയി. എന്ത് ചെയ്തു, എല്ലാം പോയി. മക്കൾ പോയി, സമ്പത്ത് പോയി, ഭാര്യ ഉപേക്ഷിക്കുന്നു, ശരീരത്തിൽ രോഗമായി ക്ഷയിച്ചു, എല്ലാം. അപ്പം യോബ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് തന്നെ സംഭവിച്ചു. നമ്മളോട് ദൈവം പറയുന്ന ഒരു കാര്യം, നമ്മൾ ഭയപ്പെടണം. ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ വലിയ കെണിയായി മാറും. യെശയ്യാവ് 41:10 വായിച്ചേ. യെശയ്യാവ് 41:10. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇനി 13 വായിച്ചേ. 13. നിന്റെ ദൈവമായ യഹോവ എന്നാ ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അവിടെയും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഭയപ്പെടേണ്ട, നിന്നെ സഹായിക്കാൻ എന്റെ കരമുണ്ട്. സർവജനത്തിനും ഉണ്ടാകാനുള്ള, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി ഒരുത്തൻ ജനിച്ചു, നിനക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനാവശ്യമായി കൊണ്ടുവരുന്ന വലിയ കെണിയാണ്. ഹല്ലേലൂയ. രാത്രി കിടക്കുമ്പോൾ, നാളെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ, അതുണ്ടാകുമോ, ഇതുണ്ടാകുമോ, അങ്ങനെ ആയാൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിശാച് വിശ്വാസി വന്നിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവത്തെ ആരാധിക്കുന്ന ദൈവവിധരായിട്ടും നിന്റെ അകത്ത് അനാവശ്യമായ ഭയങ്ങൾ കൊണ്ടുവിട്ട് നിന്നെ മാനസികമായി ഞെരുക്കി ഭയപ്പെടുത്തിയ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുക, അത് ദൈവത്താൽ എടുത്ത് മാറ്റപ്പെടട്ടെ. ഭയപ്പെടേണ്ട, നീ ഉള്ളം കരത്തിൽ നിന്നെ വരച്ചവനാണ് എന്റെ കർത്താവ്. ഭയം വരുമ്പോ നമുക്ക് പ്രവർത്തിക്കാൻ തോന്നത്തില്ല. നമ്മുടെ ഉള്ളിലേക്ക് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. നമുക്കറിയാം, ഏലിയ വന്ന പ്രവാചകൻ ശക്തമായി കർമ്മേലിൽ തീയിറക്കി. ആഹാബ് രാജാവോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ശുശ്രൂഷ പറഞ്ഞിട്ട്, ഹല്ലേലൂയ, എന്തോ ഇന്ന് ചില അനാവശ്യ ഭയത്തെ ദൈവം പൊട്ടിക്കുകയാണ് കേട്ടോ. ശക്തമായി എനിക്ക് ആത്മാവിൽ മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ചിലതിന്റെ ഉള്ളിൽ നിന്ന് ഭയം എടുത്ത് കർത്താവ് മാറ്റാൻ പോയാ. വെറുതെ കുറച്ച് നാളായി നിന്നെ ഇട്ടങ്ങ് ഭയപ്പെടുത്തുക. എന്തോ രാത്രിയിൽ കിടന്നിട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കുമോ എന്തൊക്കെ ഉണ്ടാവുമോ, ഇതൊക്കെ അങ്ങമാതിരിയുള്ള ഭയത്തിന്റെ സ്പിരിറ്റുകൾ. അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ്, ഞാനിപ്പോ കൈ ഒന്നും പൊക്കിപ്പിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് പേഴ്സണലായിട്ട് എന്നെ കണ്ടൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു ഭയങ്കര വിടുതൽ കർത്താവ് ചെയ്യാൻ പോവുക. നിർഭയമായി ഉറങ്ങാൻ ഒരു ദൈവകൃപ നിന്റെ ജീവിതത്തിൽ ദൈവം പകരുകയാണ്. നിന്റെ താലിബലംബ കരമടിച്ച് നല്ലപോലെ കർത്താവിന്റെ മഹത്വം കരേറ്റ് ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ വിട്ടുമാറട്ടെ. പകരം നമ്മൾ എന്തിനു ശ്രദ്ധിച്ചേ, ഭയത്തിൽ നിന്ന് എങ്ങോട്ട് വരണം? ഫെയ്ത്ത്, വിശ്വാസത്തിലേക്ക് വരണം. അവർക്ക് പറ, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരണം.
ഭയം പൊട്ടി തുടങ്ങും. നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ഭയം മാറി തുടങ്ങും. നമ്മളെല്ലാ ദൈവമക്കളെ ഉൾപ്പെടെ പിടിക്കുന്ന ഒരു സംഭവം ഈ അനാവശ്യ ഭയം കയറും. ഭയം കയറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭയം കയറിയപ്പോൾ ഏലിയാവിന് ഒരു പ്രശ്നം വന്നു. ഏലിയാവ് ഭയമതക്കാർ ഇത്രയൊക്കെ ശുശ്രൂഷ ചെയ്ത മനുഷ്യരെ പെട്ടെന്ന് ഇസബേൽ പറഞ്ഞു ഞാൻ നിന്നെ തട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കയറി ഭയമായി. രാജാവിന്റെ മുമ്പിൽ വരെ ധൈര്യത്തിൽ നിന്നവൻ രാജ്ഞിയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഭയപ്പെട്ടു. ബൈബിൾ ഇങ്ങനെ തന്നെ പറയുന്നു, അവൻ ഭയപ്പെട്ട്. പിന്നീട് വചനം ശ്രദ്ധിച്ചാൽ 1 രാജാക്കന്മാർ 19 കിടപ്പുറം ഭയപ്പെട്ട് ഓടിപ്പോയി. ഭയപ്പെട്ട് എന്ത് ചെയ്തു? എന്നിട്ടാ പറഞ്ഞു എനിക്ക് മരിച്ചാൽ മതി കർത്താവ് എന്ന് പറഞ്ഞു. നീ എന്റെ ജീവനെ അങ്ങ് എടുത്തോണേ. മരിച്ചാൽ മതി എന്നല്ല, നീ എന്റെ ജീവനെ അങ്ങ്, ഞാനായിട്ട് മരിക്കുന്നില്ല, നീ അങ്ങ് എടുത്തോണേ. ഭയം കയറി. കർത്താവ് നീ ഭയത്തിരിക്കാനുള്ളതല്ല, നിനക്ക് അപ്പുറത്ത് ഭയങ്കര ശുശ്രൂഷയുള്ളതാ. ഈ ഭയം കൊണ്ടിട്ട് നിന്നെ ഒതുക്കി ഈ ചൂരച്ചയുടെ കീഴിനകത്ത് ഒതുക്കാനാ പിശാചിന്റെ പ്ലാൻ. നീ അടുത്ത ഏലിയായെ അഭിഷേകം ചെയ്യാനുള്ളതാ. യേഹൂവിനെ അഭിഷേകം ചെയ്യാനുള്ളതാ. നിനക്കൊരു ദൂരയാത്ര ഉണ്ട്, ഹോരേബോളം. ഇവിടെ ചിലരോട് പറയും നിന്നെ നിന്റെ കുടുംബത്തെ ഭയങ്കര പദ്ധതിക്ക് കണ്ടതാ. ഈ ആവശ്യമില്ലാത്ത ഭയം കൊണ്ടുവന്ന് തലവേനയും വരുത്തി ഇതിന്റെ അകത്തിട്ട് ഒതുക്കുന്ന പിശാചിന്റെ തന്ത്രമാ. നിനക്ക് മുന്നോട്ടൊരു ദൂരയാത്രയുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്നെ ഭയത്തിന്റെ അകത്തിട്ട് കൊളുത്തിയ വ്യാപാരങ്ങൾ നാമത്തിൽ പകരം നാം എന്ത് ചെയ്യണം? വിശ്വസിക്കും. 1-2 വാക്കൊന്ന് വായിച്ചേ. എബ്രായർ 10:38-39. എബ്രായർ 10:38-39. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 38-39 വചനം. ഹീബ്രൂസ് ചാപ്റ്റർ 10 verse 38 and 39. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കണം? വിശ്വാസം. പിന്മാറിയാൽ ദൈവത്തിന് എന്തില്ല? അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ മറ്റുള്ള എന്തിലൊക്കെ നന്മ കൊടുക്കുന്നോ അത് നമ്മൾ ദൈവത്തോടുള്ള ആ സ്നേഹത്തെ, ദൈവത്തിന്റെ കരുതലിനെ ബൈബിൾ മനോഹരമായി പറയുന്നുണ്ട്. കർത്താവേ, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു, നിനക്കായി തന്നെ എന്ത് ചെയ്യുന്നു? തരുന്നു. ആ ദൈവം നമ്മളോട് ചെയ്ത ആ ബഹുമാനം, ഹോണർ ചെയ്യുന്നത്, ദൈവത്തെ ബഹുമാനിക്കുന്നത്, എനിക്ക് ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്, അതാണ് ദൈവത്തിന് കൊടുക്കുന്ന. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്ന എന്തിലാണ്? വിശ്വസിക്കുമ്പോഴാണ്. വിശ്വാസം ഉള്ളിലുള്ള. അപ്പം നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഭയപ്പെട്ട് അവിശ്വസിച്ചാൽ എങ്ങോട്ട് പോകും? നാശത്തിലേക്ക് മാറി പോകും. പക്ഷെ വിശ്വസിച്ചാൽ നിനക്കൊരു മുന്നേറ്റമുണ്ട്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കുന്നവരോട് ദൂത് പറയുന്നു, നിനക്കൊരു മുന്നേറ്റം ഉണ്ടാവും. ഹല്ലേലൂയ. നിനക്ക് ഇപ്പോൾ തടസ്സമുണ്ടെങ്കിലും വിശ്വസിച്ച് നീ ജീവരക്ഷ പ്രാപിക്കും. നീ പിന്നോട്ടല്ല, മുന്നോട്ട് 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 ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പലപ്പോഴും നിനക്ക് കടുകുകളിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നീ കൽപ്പിക്ക, അത് ചിലത് മാറിപ്പോകും. യേശു പലപ്പോഴും ശാസിച്ചൊരു കാര്യമുണ്ട്. അവിശ്വാസം ഉള്ളതിനെ ദൈവം ചെയ്തിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. പരീശന്മാരെയും വിരോധമായിരുന്നു. അപ്പോൾ തന്നെ അവിശ്വാസ മനസ്സ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നവരായി തീരുക. വിശ്വസിച്ചാൽ കർത്താവ് എന്ത് പറയുന്നു അതിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാം. ബൈബിളുടനീളം കർത്താവ് എന്ത് പറയുന്നോ അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവരായി തീരണം. മർക്കോസ് 5:36. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം
അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യാ? വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. എന്താ സംഭവം? 22 മുതൽ പെട്ടെന്ന് വായിച്ച 5:22 ഓടിച്ചു വായിച്ചാൽ മതി. പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. എല്ലാവരും വചനം ശ്രദ്ധിച്ചോണം. പള്ളിപ്രമാണിയിൽ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഒരുത്തൻ വന്നു. അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു. യേശുവിനെ കണ്ടിട്ട്, ഇനിയല്ല ശ്രദ്ധിക്കും, ദൈവം നമ്മളോട് ഇടപെടുക. യേശുവിനെ കണ്ടിട്ട് കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു. ഒരു വല്ലാത്ത ലൈഫ് തീരുന്ന ഒരു അവസ്ഥയിൽ ഒന്ന് നിൽക്കുകയാണ്. അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവിടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഒറ്റ അപേക്ഷയുള്ള രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് എന്ത് ചെയ്യണം? കൈവെക്കണം. ഇന്ന് പകൽ നമ്മൾ ഒരു കർത്താവേ, ചിലതിന്റെ അകത്തൊരു ജീവൻ ഉണ്ടാകാൻ, ചിലതൊക്കെ വിടുതലാകാൻ നിന്റെ കരം ഒന്ന് വെക്കണം. ഇന്ന് പകൽ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് പകൽ നമ്മളൊന്ന് ഈ മിനിറ്റുകളിൽ പ്രാർത്ഥിക്കാൻ പോവുക. ചിലതൊക്കെ രക്ഷപ്പെട്ട് ദൈവപ്രഭുത്തിലേക്ക് മാറാൻ കർത്താവേ, നിന്റെ കരം എന്റെ ജീവിതത്തിന് മേൽ വയ്ക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം വെക്കുമ്പോൾ ഇരുട്ടിന്റെ ചങ്ങലകൾ പൊട്ടും. ചിലതൊക്കെ രക്ഷപ്പെടേണ്ടതിന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അത്ഭുത മന്ത്രിയായ എന്റെ ദൈവത്തിന്റെ കരം ചിലതിനെ തുറട്ടെ. വിശ്വസിക്കുന്നവരെ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപരം ചെയ്യേ. ചിലത് രക്ഷപ്പെടേണ്ടത് ജീവിക്കേണ്ടതിന് കർത്താവേ, നീ അവിടെ മേൽ കൈവെക്കണമേ. ഞാൻ ഇപ്പോൾ ഈ സഭയാകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലതൊക്കെ വെളിച്ചം വീശാൻ, ചിലതൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കാൻ, ചില കുടുംബത്തിൽ നന്മ കാണാം, ചിലതിന്റെ പോരാട്ടങ്ങൾ അടിയാൻ ദൈവമേ നിന്റെ കരം അനുകൂലമായി വെക്കണമേ. ഇനി വായിച്ച 35. അവൻ അവനോട് കൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇനി 35 വായിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നോ ആൾ വന്നു. യേശു അങ്ങോട്ട് പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് പല സംഭവങ്ങൾ സംഭവിക്കുന്നു. പുരുഷാരത്തിന്റെ തിക്കും തിരക്കലുമുണ്ട്. പക്ഷെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വാർത്ത കേൾക്കുകയാണ്. ശ്രദ്ധിച്ചോണം. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വാർത്തയൊക്കെയാണ്. ഇനി യേശുവിനെ വിളിച്ചോണ്ട് വരണ്ട, ഇനി എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല, ഇനി പ്രാർത്ഥന വേണ്ട, ഇനി നടക്കത്തില്ല, അത് അവസാനിച്ചു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, തീർന്നു, ഭയപ്പെടാൻ ഇനി വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ നിൽക്കുമ്പോ 36 വായിച്ചേ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പള്ളിപ്രമാണിയോട് നീ ഭയപ്പെടേണ്ട, ഫിയർ വേണ്ട, പകരം എന്തോ മതി? ഫെയ്ത്ത് മതി. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന സകലരോടും ദൈവാത്മാവ് സംസാരിക്കുന്ന ആലോചന, നീ ഭയപ്പെടാതെ വിശ്വസിക്കുന്നവനായി മാറുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തം കാണാം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ നന്മ കാണാം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണാം. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായ ദൈവം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. ഇന്നിരിക്കുന്ന ചിലരോട് പറയുന്നു, എന്തൊക്കെയോ വാർത്ത കേട്ട്, എന്തൊക്കെയോ കണ്ടും കേട്ടും നീ ഭയപ്പെടുന്നെങ്കിൽ, ചിലർ പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ നീ ഭയപ്പെടുന്നെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യാം. ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, നീ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണും, ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയെ കാണൂ. യേശുക്രിസ്തുവിൻ നാമത്തെ എല്ലാ ഭയങ്ങളും മാറട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം തുടങ്ങുന്നത് നമ്മൾ ഭയപ്പെട്ട് അവിശ്വസിച്ച് നിൽക്കുന്ന ആ മേഖലയിൽ നിന്നോ ഒരു വിശ്വാസത്തിലേക്ക് മാറുമ്പോ ചില അത്ഭുതങ്ങൾ കാണും. ആടി ഉലയുന്ന പടക് ശാന്തമാകുന്നു നീ കാണും.
നിന്റെ പടക അക്കരെ എത്തത്തില്ലെന്ന്, നീ ഒരു ദൈവപ്രവൃത്തി കാണിക്കത്തില്ലെന്നും പറഞ്ഞ് നടുക്കടലിട്ടടിക്കുന്ന എല്ലാ പോരാട്ടത്തിന്റെ കാറ്റിന്റെ മധ്യത്തിലും നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി 38 വായിച്ചേ. 38 വായിച്ചേ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ യേശു എന്നിട്ട് എന്ത് ചെയ്തു? നീ ഭയപ്പെടേണ്ട, പകരം എന്ത് ചെയ്യാ? വിശ്വസിച്ചാൽ യേശു വരും. യേശു വരും. യേശു വരും. നീ കേട്ടത് ഈ നടക്കത്തില്ല, വന്നിട്ടും പ്രയോജനമില്ലെന്നാണ്. പക്ഷെ എന്റെ കർത്താവ് വരും. എന്നിട്ടും കർത്താവ് വന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് വന്നിരിക്കും. അതാ കർത്താവ് പറഞ്ഞത്. നീ ആ വാക്ക് ഭയപ്പെടണ്ട. നീ ഇപ്പൊ ഭയപ്പെട്ടിരിക്കുന്നത്, ഭയത്തിന് നീ വിശ്വാസത്തിലേക്ക് വന്നാൽ നിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ ഇറങ്ങി വരും. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ ഭയത്തിൽ നിന്ന് നീ വിശ്വാസത്തിലേക്ക് വന്നാൽ നിന്റെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. അവൻ വിശ്വാസത്തിന്റെ നായകൻ. ഏതൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരിക. നീ വിശ്വസിക്കുമ്പോ നിന്റെ കരം പിടിക്കാൻ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയെ, നിന്റെ ജീവിതത്തെ മുക്കിക്കളയുമെന്ന് വാദിക്കുന്ന കൊടുങ്കാറ്റിന്റെ പോരാട്ടത്തെ ജയിച്ച് ഇനി പെട്ടെന്ന് വായിച്ചോ. കർത്താവ് വീട്ടിൽ വന്നാറേ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരാവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു അകത്തു കടന്നു. നിങ്ങളുടെ ആരാവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. ഇതൊക്കെ ഇതിന്റെ അകത്തുള്ളതാ. പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി. യേശു എന്തിനാ ചെയ്തു? വീണ്ടും ഭയം ഉണ്ടാക്കുന്ന, വീണ്ടും അവിശ്വാസത്തെ കൊണ്ടെത്തിക്കുന്ന, വീണ്ടും ദൈവപ്രവൃത്തിയുടെ അന്തരീക്ഷത്തെ കൊല്ലുന്നതിനെ എല്ലാം എന്ത് ചെയ്തു? പുറത്താക്കി. എല്ലാവരോടും ഇത് പറയാം. നമ്മളോട് ദൈവം കേട്ട വാഗ്ദത്തത്തെ, ഇതിനെ തളർത്തിക്കളയുന്ന, ഇതിനുള്ള അന്തരീക്ഷമില്ലാത്ത, വീണ്ടും നിരാശരായ, ഭയത്തിന്റെ എല്ലാത്തിനും അടിച്ച് പുറത്താക്കിയേക്കണം. എല്ലാത്തിനും എന്ത് ചെയ്യണം? പുറത്താക്കി. അവിടെ ഒരു അന്തരീക്ഷം വ്യാപരിക്കണം. എങ്കിലേ ഈ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ. നമ്മളെ ഭയപ്പെടും. അങ്ങനത്തെ വാർത്തകൾ ചിലരോട് ശ്രദ്ധിച്ചില്ല. ചിലരോടൊക്കെ 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളോട് ഇടിഞ്ഞു പോകും. ചിലരോടൊക്കെ 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ ബൂസ്റ്റ് ആവും. നടക്കും സഹോദരൻ. ഭാരപ്പെടാതിരിക്കും. കർത്താവ് പ്രവർത്തിക്കും സഹോദരി. ദൈവപ്രവൃത്തിയുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. കുഴപ്പമില്ല. ചിലരോട് നമ്മളെ കൂടെ കുഴപ്പത്തിൽ ചാടിക്കും. നന്നായി നമുക്ക് 2 എണ്ണം പ്രതികരിക്കണം, നമുക്ക് 2 എണ്ണം പറയണം. മറ്റേ പോട്ടെ വിട്ടുകളാ, നമുക്ക് അടുത്ത ദൈവപ്രവൃത്തി വെളിപ്പെടും. സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് ചലിക്കാൻ തുടങ്ങട്ടെ. ഇമ്മാതിരി സംഭവം വരുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് ചെയ്യും? അത് നമ്മൾ എപ്പോഴും വചനം കേൾക്കണമെന്ന് പറഞ്ഞു. വചനം വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ആരാധന നമ്മൾ ആ അന്തരീക്ഷം ഉണ്ടാക്കും. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ എല്ലാതും തന്നെ അന്തരീക്ഷം ഉണ്ടാവും. അപ്പൊ ഈ ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതുമായ എല്ലാത്തിനും എന്ത് ചെയ്തു? പുറത്താക്കി. അടുത്തത്. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീതാ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. ഈ വാക്ക് പറഞ്ഞവർ പരിഹസിച്ചവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നടന്നു. പുറത്താരാ നിൽക്കുന്നേ? പുറത്താരെ കൊണ്ട് ഈ പരിഹസിച്ച് കരയുന്നവർ. ബാലയെ അകത്താരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരുടെ കൂട്ടിൽ നിൽപ്പുണ്ട്. അത് അവരോട് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം. പരിഹാസിയും ഭയപ്പെടുത്തുന്നവനും പുറത്ത് നിൽക്കുമ്പോഴും നീ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസവും ദൈവത്തിലുള്ള മുറുകെ പിടിച്ചുമുണ്ടെങ്കിൽ നിന്റെ വിഷയം ജയത്തോടെ നടന്ന് പരിഹാസികളുടെ മുമ്പിൽ ബാല
എഴുന്നേറ്റ് നടന്നു. ബാല എഴുന്നേറ്റ് നടന്നു. ഒന്നുകൂടെ പറയാം, ബാല എഴുന്നേറ്റ് നടന്നു. ബാല എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും അവൾ എഴുന്നേറ്റ് നടന്നു. റൂമിന്റെ പുറത്തും വീടിന്റെ പുറത്തും പരിഹാസിയും ഭയമുള്ളവനും നിൽക്കുമ്പോ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ വിഷയം ജയത്തോടെ പരിഹസിക്കുന്നവരെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ നടക്ക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം.